നീക്കണ്ടേ? ഹാപ്പി ഓണം. പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം ആശംസിക്കുന്നു. രാത്രിയിൽ ഏട്ടനും ഏച്ചിമാരൊക്കെ കുറച്ച് പൂക്കളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മൾ എണീറ്റിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പറയുന്നില്ലേ? ശരി ഗൈസ്. ഹലോ ഡിസൈനർ, എന്താണ് കംപ്ലീറ്റ് ആയാ? നമ്മൾ പോകുന്ന തക്കം നോക്കി ഒരാൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അധിക ദൂരമൊന്നും പോയില്ല, വേഗം തന്നെ അതിനെ പിടിച്ചുകൊണ്ട് വന്നു. ഇത് ഇവിടുത്തെ വീട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ആവോ ഇപ്പൊ അങ്ങാറ്റൻ ഓക്കെ. നമുക്കങ്ങനെ ഇന്ന ഡിസൈനിൽ പൂടണമെന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അപ്പം കണ്ടൊരു ഡിസൈനിന് തേജസ് വരക്കാന്ന് പറഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ പൂടാൻ തീരുമാനിച്ചു. അളിഞ്ഞി കൂടി കാണിക്ക്. ആ ഉണ്ട് വന്നു. ഞാനിനി നമ്മളെ അടുക്കളയിലെ ചേച്ചിമാരെ കാണട്ടെ. ഗ്ലാമറാക്കി നിന്നോ, വീഡിയോ വരുന്നുണ്ട്. കൂട്ടുകറിയല്ല ചേച്ചിമാരാക്കിയിട്ടുണ്ട് ഗൈസ്. ശശിയായല്ലോ ഞാൻ. എല്ലാവരും വന്ന് പൂഴാൻ തുടങ്ങിയപ്പോഴത്തേക്കും സംഭവം അങ്ങ് കളറായി. നമ്മൾ അത്ര വലിയ പൂക്കൾ ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ പൂ കുറേ ബാക്കിയായതുകൊണ്ട് നമ്മുടെ ഏട്ടനൊക്കെ വന്ന് ഒന്ന് പൂക്കളൊന്ന് വിപുലീകരിച്ച് അങ്ങനെ വലിയൊരു പൂക്കളായി മാറി. മൊത്തം പൂക്കളായിരുന്നു. അപ്പം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വൃത്തിയാക്കലൊരു ടാസ്ക് ആണല്ലോ. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞുകുട്ടൻ ഇട്ടതാണ്, അവൻ്റെ സ്പെഷ്യൽ പൂക്കളാണത്. പിന്നെ നമ്മൾ ഉച്ചയായപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്നു. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ മില്ലിൽ പണിയെടുക്കുന്ന അരവിന്ദ് ഭായും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് നല്ല ഓണസദ്യയൊക്കെ കഴിച്ചു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഓഫ് ഓണം. അത് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയലിലെല്ലാം മുന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ മൊത്തയിലൂടെ ഇങ്ങനെ നടക്കാൻ ചോറിലുണ്ട്, വെള്ളം നിറഞ്ഞ് ഫുള്ളായി നമുക്കിങ്ങനെ വെറുതെ നടക്കില്ല. ഈ പോകുന്ന റോഡ് എടുത്തേക്ക് എനിക്കറിയാം, എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക്. അങ്ങനെ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നമ്മൾ കണ്ട വഴിയിലൂടെയൊക്കെ പോയി. ഭയങ്കര കാടൊക്കെ ഉണ്ടായിരുന്നു, ബിക്കോസ് അവിടെ ഇപ്പം ആരും നിൽക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കാടൊക്കെ മുന്നിട്ടായിരുന്നു ആ വീട് ഉണ്ടായേ. എന്നാലും നമ്മൾ പോയി ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോയിട്ട് കുറേ നേരം പോസ്റ്റ് ചെയ്യലും അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ പണ്ടത്തെ തറവാടൊക്കെ കാണുമ്പോൾ അമ്മമ്മേനൊക്കെ ഓർമ്മ വരും. അമ്മമ്മയൊന്നും ഇപ്പം ഇല്ല, പക്ഷെ ആ സമയത്തെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തറവാട്ടിൽ പോയി അമ്മമ്മ ആക്കി തരുന്ന ഉപ്പം പറങ്കിയൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിക്കുന്നത് ഭയങ്കര നൊസ്റ്റു അടിക്കും. സൂപ്പറായിരുന്നു ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും ഇനി ഒരിക്കലും നമ്മുടെ ലൈഫിൽ തിരിച്ചു കിട്ടൂല. അങ്ങനെ കുറച്ച് ഇറക്കി അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെറുതെ എടുത്തു.
ഇത് മറ്റേ പറിച്ചപ്പെട്ടുള്ള പോലെ എല്ലാം പോയി ഗൈസ്. ഇതാണ് പൊതുവായ ശരിയായ നാട്ടുവഴി കേട്ടാ. നിന്റെ നടുവിലൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലല്ലേ? വേ നടക്ക്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഒരു ഡാമിൻ്റെ സൈഡിലേക്കായിരുന്നു. നമ്മൾ പേജസിനും കുഞ്ചുവിനൊക്കെ ഭയങ്കര നൊസ്റ്റുമായിരുന്നു. ബിക്കോസ് അവർ പണ്ട് കുളിക്കാൻ വരുന്ന സ്ഥലമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നൊസ്റ്റു അടിക്കാൻ വേണ്ടി മാത്രം നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഫീലിംഗ് ആണ് അതൊക്കെ ആലോചിക്കുമ്പോൾ. അതൊക്കെ കഴിയുമ്പോഴേക്കും ഏച്ചിമാരും ഏട്ടനും വാവയും ഒക്കെ റെഡിയായി വന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഋഷിയും അയ്യപ്പനും വിഷ്ണുവും പപ്പാച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അവരോട് സംസാരിച്ചു. പിന്നെ അവരൊക്കെ പോയി. പിന്നെ നമ്മൾ വീണ്ടും ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കൽ ആരംഭിച്ചു. അച്ഛനും അമ്മേനൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, ഫാമിലി ഫോട്ടോസ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അച്ഛനും അമ്മയും തേജസും കൂടി വെറുതെ ഒന്ന് പുഴക്കരയിലേക്കൂടെ പോയി. അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഓണായതുകൊണ്ടുമാണ്, അതുപോലെ തന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും നിറയെ ആൾക്കാരായിരുന്നു അവിടെ. ഇതാണ് നമ്മുടെ അനുവേച്ചി. ആ കാണുന്നതാണ് അനുവേച്ചിയുടെ കട. പിന്നെ കുഞ്ചൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ കുറച്ചൊന്നും വർത്താനൊക്കെ പറഞ്ഞ് നിന്നു. നമ്മൾ എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് നമ്മൾ ബാംഗ്ലൂരൊക്കെ അവിടെ നിന്ന് നേരെ തിരിച്ചു വരും. അപ്പോൾ കുട്ടൂസിനോടൊന്നും ബൈബൈ ഒന്നും പറയാൻ പറ്റില്ല. നല്ല ഉറക്കമായിരുന്നു ആള്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര സങ്കടമായിരുന്നു. അവരോട് പറയാതെ വന്നിട്ടുണ്ടായേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേച്ചിമാരും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെയും പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനും അച്ഛനാണ് ഇടാറ്. ഇപ്രാവശ്യം അപ്പുറത്ത് കുട്ടികളൊക്കെ വന്നിട്ട് എൻ്റെ കസിൻസ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഇതേതാ വന്നു വീഡിയോ വന്നു. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. അമ്മയായിട്ടും നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ ചീട്ടുകളിയും കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു എൻ്റെ ഓണവിശേഷം. ഇനി അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.